രുദ്രാക്ഷം ധരിക്കുന്നവരാണോ നിങ്ങൾ? എന്നാൽ ഈ 10 കാര്യങ്ങൾ പാലിക്കാതെ രുദ്രാക്ഷം ധരിച്ചാൽ അതിൻ്റെ ആത്മീയ ഫലം കുറയുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ശിവഭക്തർ നിർബന്ധമായും അറിയേണ്ട ഈ 10 പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1. ശുദ്ധി പാലിക്കുക. രുദ്രാക്ഷം ധരിക്കുന്നതിനു മുമ്പ് ശരീരവും മനസ്സും ശുദ്ധമാക്കുക. ശുദ്ധമായ ജീവിതശൈലി രുദ്രാക്ഷത്തിൻ്റെ ആത്മീയ പ്രാധാന്യം വർദ്ധിപ്പിക്കുമെന്നാണ് വിശ്വാസം. 2. മന്ത്രജപം ചെയ്യുക. ദിവസേന ഓം നമഃശിവായ എന്ന മന്ത്രം ജപിക്കുക. ശിവനാമസ്മരണം രുദ്രാക്ഷവുമായി ബന്ധപ്പെട്ട ആത്മീയ ഊർജത്തെ ഉണർത്തുമെന്നാണ് പറയപ്പെടുന്നത്. 3. ഉറങ്ങുമ്പോൾ അഴിച്ചുവെക്കുക. ചില ആചാരപ്രകാരം ഉറങ്ങാൻ പോകുമ്പോൾ രുദ്രാക്ഷം അഴിച്ച് ശുദ്ധമായ സ്ഥലത്ത് സൂക്ഷിക്കുന്നത് നല്ലതാണ്. 4. ഒഴിവാക്കേണ്ട സ്ഥലങ്ങൾ. ശവസംസ്കാര ചടങ്ങുകൾ, അശുദ്ധമെന്ന് കരുതുന്ന സ്ഥലങ്ങൾ അല്ലെങ്കിൽ നെഗറ്റീവ് ഊർജമുള്ള സാഹചര്യങ്ങൾ, ഇവിടങ്ങളിൽ രുദ്രാക്ഷം ധരിക്കുന്നത് ഒഴിവാക്കണം. 5. ഭക്ഷണക്രമം ശ്രദ്ധിക്കുക. സാത്വികവും ശുദ്ധവുമായ ഭക്ഷണരീതി പിന്തുടരുക. മാംസം, മദ്യം തുടങ്ങിയവ ഒഴിവാക്കാൻ പല ശിവഭക്തരും ശ്രമിക്കാറുണ്ട്. 6. ശുചീകരണം. രുദ്രാക്ഷം ഇടയ്ക്കിടെ വൃത്തിയാക്കണം. ശുദ്ധജലത്തിൽ കഴുകി ഉണങ്ങിയ ശേഷം ഭക്തിപൂർവം ധരിക്കുന്നത് നല്ലതാണ്. 7. പുകവലി ഒഴിവാക്കുക. രുദ്രാക്ഷം ധരിക്കുന്നവർ പുകവലി, മദ്യപാനം തുടങ്ങിയ ശീലങ്ങൾ ഒഴിവാക്കണമെന്ന് പല ആത്മീയ ഗ്രന്ഥങ്ങളും ഉപദേശിക്കുന്നു. 8. ചരട് ശ്രദ്ധിക്കുക. രുദ്രാക്ഷം കെട്ടിയിരിക്കുന്ന നൂലോ ചരടോ കേടായാൽ ഉടൻ മാറ്റുക. രുദ്രാക്ഷം സുരക്ഷിതമായി സൂക്ഷിക്കേണ്ടത് പ്രധാനമാണ്. 9. സ്ത്രീകളെ ആദരിക്കുക. സ്ത്രീകളെ ആദരിക്കുകയും മാനിക്കുകയും ചെയ്യുക. ശിവശക്തി സങ്കല്പത്തിൽ സ്ത്രീശക്തിക്ക് വലിയ പ്രാധാന്യമുണ്ട്. 10. എല്ലാറ്റിനുമുപരി വിശ്വാസമാണ് പ്രധാനം. ആത്മാർത്ഥമായ ഭക്തിയും ശിവനോടുള്ള സമർപ്പണവുമാണ് രുദ്രാക്ഷധാരണയുടെ യഥാർത്ഥ ശക്തി. രുദ്രാക്ഷം വെറുമൊരു മാലയല്ല, അത് ശിവഭക്തിയുടെ പ്രതീകമാണ്. ഈ 10 കാര്യങ്ങൾ ശ്രദ്ധിച്ച് രുദ്രാക്ഷം ധരിക്കുമ്പോൾ ആത്മീയ ജീവിതത്തിൽ കൂടുതൽ സമാധാനവും ഏകാഗ്രതയും ലഭിക്കുമെന്നാണ് വിശ്വാസം. നിങ്ങൾ രുദ്രാക്ഷം ധരിക്കുന്നുണ്ടെങ്കിൽ കമന്റിൽ ഓം നമഃശിവായ എന്ന് രേഖപ്പെടുത്തൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ഓം നമഃശിവായ.